ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചമാരെ. അപ്പോൾ നമ്മളിന്നൊരു പുതിയ വീഡിയോ അല്ല ഗൈസ്. അപ്പോൾ നമ്മളിന്നൊരു ലോസ്റ്റ് മൈനർ ഹാർഡ് കോർ പാർട്ട് 2 വീഡിയോയിലോട്ടാണ് ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ തുടക്കം തന്നെ പറഞ്ഞാൽ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്ത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു സ്ഥലം, അതായത് ചെറിയൊരു സ്പോട്ട് കിട്ടിയായിരുന്നു. നമ്മൾ 2 കോപ്പറും സ്റ്റോൺസൊക്കെ കളക്ട് ചെയ്തിരുന്നത്. അതെവിടെയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണെങ്കിൽ ഇവിടം വരെയാണ് നമ്മൾ നടത്തുക. നമ്മളിവിടെ ഫർണസൊക്കെ ഉണ്ടാക്കി ചിക്കനൊക്കെ പൊരിക്കിയിട്ടായിരുന്നു. ഇനി നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോവാം. ഓക്കെ, നമ്മളിപ്പോൾ എന്താണ് യൂസ് ചെയ്യാൻ പോകുന്നത്? ഇതൊന്നും വേസ്റ്റാണ്, നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് താടി കളക്ട് ചെയ്യാം. നമ്മൾ ഈ എപ്പിസോഡിൽ ഒരു വീടുണ്ടാക്കാനാണ് ഗൈസ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമുക്ക് സ്പോട്ട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അല്ല ഗൈസ്, നമ്മൾ കുറച്ചുകൂടെ അപ്പുറത്ത് പോകാൻ വില്ലേജ് കിട്ടും ഗൈസ്. ഈ സൗണ്ട് കുറച്ച് വയ്ക്കാം. വില്ലേജ് കിട്ടും, അവിടെയാണ് ഗൈസ് നമ്മൾ ഇവിടെ വയ്ക്കുക. നമ്മുടെ വില്ലേജിൻ്റെ അടുത്ത് നമുക്ക് ട്രേഡ് ചെയ്യാനൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യാമല്ലോ. അതാണ് ഞാൻ കുറച്ച് ഡേറ്റ് കളക്ട് ചെയ്യട്ടെ. ഓക്കെ, നമ്മളിവിടെ സ്റ്റിക്ക് ഫാമൊക്കെ നമുക്ക് വീടിൻ്റെ അടുത്ത് സെറ്റാക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്കിത് സ്റ്റിക്ക് ഫാമൊക്കെ കണ്ടിട്ട് ഗൈസ്. അത് നമുക്ക് മൈൻക്രാഫ്റ്റ് കളിക്കുന്നവർക്ക് മനസ്സിലാവില്ല സ്റ്റിക്ക് ഫാം തന്നെയാണ്. സ്റ്റിക്ക് ഫാമൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇതിൻ്റെ തണ്ടൊക്കെ പൊട്ടിച്ചുകൊണ്ട് പോയി നമുക്ക് വീടിൻ്റെ അടുത്തൊക്കെ സെറ്റാക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് വുഡും കൂടെ കളക്ട് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ സാപ്ലിങ്സ് ഒക്കെ കിട്ടുന്നതുകൊണ്ട് നല്ലതാണ്, കാരണം നമ്മുടെ വീടിൻ്റെ അടുത്തും വുഡൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തട്ട് വയ്ക്കാമല്ലോ. ഓക്കെ ഗൈസ്, എനിക്ക് വിശക്കണം കേട്ടോ ഗൈസ്, കുറച്ച് ചിക്കൻ തിന്നാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഈ ഫർണസിൽ പൊരിച്ച് തീരട്ടെ. അതിൽ നമുക്ക് കുറച്ച് മൈനിങ്ങിന് വേണ്ടി കുറച്ച് സ്റ്റോൺ ഒപ്പിക്കാം, കാരണം വീടിൽ നമുക്ക് സ്റ്റോണിൻ്റെ ആവശ്യം വരും. എൻ്റെ പൊന്നെ, ഇവരൊന്നും ചത്തില്ലേ? കുറേ ആയതുകൊണ്ട് ഞാൻ കൊല്ലാത്തതാണ്. ബട മോനെ ബട. ഓക്കെ ഗൈസ്, നമുക്ക് കുറച്ച് സ്റ്റോണൂടെ കളക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ മൈൻഡ് ചെയ്യുന്നപ്പോൾ എനിക്ക് കോപ്പറും കിട്ടിയിട്ടോ. 2 കോപ്പറേ കിട്ടുള്ളൂ. ഇപ്പോൾ ടോട്ടൽ 5 കോപ്പറായി. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡിൽ മാക്സിമം എങ്കിലും കോപ്പർ ആർമറും ആവാൻ നോക്കണം. ഒരു വീടും ഒരു കോപ്പർ ആർമറും ആവാൻ നോക്കണം കേട്ടോ ഗൈസ്. ഇവരൊന്ന് കൊല്ലാൻ നോക്കാം, കാരണം XP കിട്ടും. വില്ലേജിൽ പോയിട്ട് വരുന്ന കാര്യമില്ലല്ലോ, കാരണം എനിക്ക് XP കൂടെ വേണ്ടേ, അതാണ്. ഓക്കെ, സാധനം കൊന്നിട്ട് 2 XP ഇട്ടിട്ടുണ്ട്. ഓക്കെ, അവനെ കൊന്നപ്പോൾ 4 XP ഇട്ടി. ഇപ്പോൾ ടോട്ടലി 6 XP ആയിട്ടുണ്ട്. ലെവൽ 2 ആയിട്ടോ ഗൈസ്. ഈ ഫർണസൊക്കെ അപ്ഗ്രേഡ് ചെയ്താൽ നമുക്ക് വെറും 8 XP മതി. പക്ഷെ നമുക്കിപ്പോൾ അപ്ഗ്രേഡ് ചെയ്യണ്ട, കുറേ വുഡിൻ്റെ ആവശ്യം വരും, കാരണം നമ്മുടെ സ്റ്റാർട്ടഡ് ബേസൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ എല്ലാം കളക്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി നമ്മളൊരു വീട് ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല. എനിക്ക് സ്റ്റോൺ ഒത്തിരി വേണ്ട ഗൈസ്, കാരണം സ്റ്റോൺ നമുക്ക് തറയിൽ സെറ്റാക്കാൻ വേണ്ടി മാത്രം മതി. പിന്നെ കുറച്ച് ഡിസൈനൊക്കെ അതൊക്കെ മതി. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പിക്കാക്സും പൊട്ടും. പിക്കാക്സ് പൊട്ടും എന്നല്ല, പൊട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയ സ്റ്റോണും വെച്ചൊരു പിക്കാക്സ് ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ കോപ്പർ അങ്ങനെ എല്ലാം സെറ്റായിരിക്കുകയാണ്. ഫുഡും സെറ്റായി. ഓക്കെ, ഇനി നമുക്ക് ഈ ഫർണസ് പൊട്ടിച്ചുകൊണ്ട് പോവാം ഗൈസ്. ഇനി നമുക്ക് വില്ലേജ് തപ്പണം കേട്ടോ. വില്ലേജ് ഇവിടെ അടുത്തെവിടെയെങ്കിലും ഉണ്ടാവും. ഓക്കെ, ഇവിടെ പോകുന്ന വഴിക്ക് സ്റ്റോൺ മാക്സിമം കളക്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നെ നമുക്ക് എനിക്ക് തോന്നുന്നില്ല ഗൈസ് ഈ എപ്പിസോഡിൽ നമുക്കൊരു ബെഡ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോയെന്ന്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. നമുക്ക് ഈ എപ്പിസോഡിൽ ഗോള് മാറ്റിയിട്ട് മാക്സിമം ബെഡും പിന്നെ വീടും അത് അങ്ങനെ സെറ്റാക്കിയാലോ ഗൈസ്. അടുത്ത എപ്പിസോഡിൽ കോപ്പർ ആർമറായി പോരെ. ഞാൻ ആലോചിക്കുവാണെങ്കിൽ അതുതന്നെ നല്ലത്. കാരണം ബെഡ് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു പ്രശ്നമുണ്ട്. മൈൻക്രാഫ്റ്റിൽ നമ്മൾ ബെഡിൽ കുറേ നേരം കിടന്നുറങ്ങിയില്ലെങ്കിലേ എന്താ പറയുക, മറ്റേ ഫാൻ്റെയോ അങ്ങനെ ഒരു സാധനം പിടിക്കാൻ നമ്മൾ വരും, കൊല്ലാൻ നമ്മൾ ശ്രമിക്കും. ഇതിനകത്ത് അങ്ങനെ വരത്തില്ലെങ്കിലും നമുക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ കുറേ ദിവസങ്ങൾ ഉറങ്ങാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം തൂങ്ങിയാവും ഗൈസ്. പിന്നെ നമുക്ക് ഒത്തിരി ഓടാനും ചാടാനും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അത് റിയൽ ലൈഫിൽ ആക്ട് ചെയ്യാൻ ഇവർ ഗൈസ്. നമുക്ക് ഗോള് മാറ്റിയിട്ട് ബെഡും വീടും ഇത് രണ്ടുമാണ് ഗൈസ് നമ്മുടെ ഗോള്. എനിക്ക് ഷീപ്പ് എവിടെ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, ഷീപ്പ് നമ്മൾ മറ്റേ മൈൻക്രാഫ്റ്റിൽ പ്രൂസ് ബയോമില്ലേ, മഞ്ഞക്കളർ, അതിൻ്റെ അടുത്താണ് ഗൈസ്. അപ്പോൾ നമുക്ക് പിന്നെ പോകുന്ന വഴിക്കൊരു വില്ലേജും പിന്നെ ആ ബയോമും കൂടെ എത്താൻ നോക്കാം. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ വില്ലേജ് എത്തിയിരിക്കുകയാണ്. ഇവിടെ വില്ലേജ് ഉണ്ട്, പക്ഷേ അടുത്ത വില്ലേജ് എത്തിയിട്ടുണ്ടെന്നാണ് തോന്നണേ ഗൈസ്. എന്നിട്ടും ആ ബയോം എത്തിയില്ല ഗൈസ്. കണ്ടില്ലേ, അടുത്ത വില്ലേജ് എത്തി, എന്നിട്ടും ആ ബയോം എത്തിയില്ല ഗൈസ്. ഞാൻ പറയണെങ്കിൽ ഈ വില്ലേജ് വീട് വയ്ക്കാം കേട്ടോ. നമ്മൾ എവിടെയാണോ ആ ബയോം കിട്ടുന്നത്
അതിൻ്റെ അടുത്തുള്ള വില്ലേജിൽ നമുക്ക് വീട് വയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് കുറേ പോകണ്ടേ. ഗൈസ് നിങ്ങൾ ലോസ്റ്റ് മൈനർ കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ടിപ്പ് പറഞ്ഞുതരാം. ഗൈസ് ഈ നമ്മളിപ്പോൾ തെപ്പാൻ പോണ ബയോമില്ലേ, അത് ഈ മമ്മി കണ്ടില്ലേ ഗൈസ്, മമ്മിയൊക്കെ ഉള്ള ഈ സാൻഡ് ബയോമിൻ്റെ അടുത്താണ് അത് സ്പോൺ ആവുന്നത്. അപ്പോൾ ഈ ബയോം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പായിട്ടും നമുക്ക് പറയാൻ പറ്റില്ല, ഒരു 100ൽ ഒരു 80% ഉറപ്പ് ഈ ബയോം കഴിഞ്ഞ് മറ്റേ പ്രോസ് ബയോമാണെന്നാണ്. അപ്പോൾ അവിടെ തന്നെ ഷീപ്പ് കാണും. അപ്പോൾ മാത്രമല്ല ഈ ബയോമിന് വേറെ പ്രശ്നവും കൂടെ ഉണ്ട്. കാരണം കണ്ടില്ലേ കുറേ സ്റ്റോൺ കണ്ടില്ലേ, ലാവ അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ താണ്ടി വേണം പോകാൻ. അത് കഴിഞ്ഞ് നമുക്ക് എന്തായാലും മറ്റ് ബയോം കിട്ടും എന്നാണോ എൻ്റെ ഒരു ഇത്. കാരണം ഞാൻ കുറേ വെള്ളി കളിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഫൈനലിൽ നമുക്ക് മഞ്ഞ് ബയോം എത്തിയിരിക്കുകയാണ്. ഇതാണ് ഗൈസ് ഇതിലെ മഞ്ഞ് ബയോം. കണ്ടില്ലേ എടുത്തിട്ട് ഷീപ്പ് കാണും കേട്ടോ. ഷീപ്പ് മാത്രമല്ല ഇവിടെ എത്തിയതിന് വേറൊരു ഗുണവും കൂടെ ഉണ്ട്. ഷീപ്പിനുണ്ട് മാത്രമല്ല ഇവിടെ ഇട്ടൊരു ബെറിയുടെ ഒരു ഇതുണ്ട്. ബെറി അല്ല, ഈ ബെറി ഇതാകുമ്പോൾ നമുക്ക് അവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാലേ നട്ട് കഴിഞ്ഞാൽ നല്ല ഹെൽത്ത് കിട്ടും. അയ്യോ ഇതിപ്പോൾ ഇത് കളയാം. ഓക്കെ, നമ്മൾ ഈ ഇത്രയും കഷ്ടപ്പാടിൽ ഈ ഹാർഡ് കോറിൽ സ്കെൽട്ടണെ കൊല്ലണതും കഷ്ടപ്പാട് തന്നെയാണ്. വടാ പോലെ ഗൈസ് ഇവിടെ എന്താണ് ഷീപ്പില്ലേ? സാധാരണ ഇവിടെ ഷീപ്പ് കാണുന്നതാണല്ല. പടച്ചവൻ ഇവിടെ ഷീപ്പും ഇല്ലേ? വന്നത് വെറുതെ ആയാ? ഷീപ്പ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. പോന്നെ ഗൈസ് നിങ്ങൾ ഷീപ്പ് കിട്ടി, പക്ഷെ നിങ്ങളുടെ ഹെൽത്ത് നോക്കിയേ. ഹാർഡ് കോർ ഇവിടെ തീർന്നേനെ. ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഇതാണ് ഇങ്ങനെയാണ് ഗൈസ് എൻ്റെ ഹാർഡ് കോർ മൂഞ്ചണത്. ഓക്കെ ഡാ മോനെ ആവശ്യമുണ്ടാ മോനെ. ഓക്കെ എല്ലാം തീർക്കാം. പിന്നെ ഗൈസ് നമുക്കിനി ഭാവിയിൽ ഇങ്ങോട്ട് വരേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പറ്റില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ നിന്ന് മാക്സിമം തന്നെ എടുക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ അത്യാവശ്യം സെറ്റാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് മതി എന്നാണ്. കാരണം ഇപ്പം തന്നെ നമ്മൾ അത്യാവശ്യം പിന്നെ വൂള് കളക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബെഡ് ഉണ്ടാക്കി ഇവിടുത്തെ വെച്ച് തന്നെ ഒരു ബെഡ് ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ബെഡ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നൈസ്. ഗൈസ് ഈ ലോസ്റ്റ് മൈനർ ചെറിയൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊള്ളാം. ബെഡ് കഷ്ടപ്പെട്ട് ക്രാഫ്റ്റ് ചെയ്തപ്പോഴേക്കും രാവിലെ ഇതെന്താണ് ഇങ്ങനെ. ബൈ ദ വേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ലോസ്റ്റ് മൈനറിൻ്റെ ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഇന്നർ സ്പേസ് ഇല്ല. അതായത് നിങ്ങളിപ്പോൾ കാണുമ്പോൾ അറിയാം പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് സാധനങ്ങളൊക്കെ കളയേണ്ടി വരും. ഒത്തിരി ഇതില്ല, സ്പേസ് ഇല്ല. ഓക്കെ ഇനി നമുക്ക് വില്ലേജ് എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ വില്ലേജ് എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വില്ലേജ്. ഇനി നമ്മൾ വീട് വയ്ക്കാൻ പോകുന്നത് ഗൈസ് ഇവിടെയാണ്. ഈ സ്ഥലം നമ്മളിങ്ങനെ പൊളിക്കാൻ പോവാണ്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വീടൊക്കെ ഉണ്ടാക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഗോള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ബെഡ് ഉണ്ടാക്കണം. ഇനി നമ്മുടെ സെക്കൻഡ് ഗോള് വീട് പണിയണത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് ലോസ്റ്റ് പോയിന്റ് ഒത്തിരി വീടുണ്ടാക്കാൻ ഒത്തിരി അറിഞ്ഞുകൂടാ. ഞാൻ ചെറുതായിട്ടാണ് വീടുണ്ടാക്കണത്. ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്കത് പതുക്കെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകാം. പക്ഷെ എന്തായാലും വീട് 2 നിലയാവും കേട്ടോ. കാരണം എനിക്ക് നല്ലൊരു സ്പേസ് വേണം. ഇത്രയാണെങ്കിൽ നമ്മുടെ വീട് കണ്ടേ കുറച്ചും കൂടെ ആകാം. പക്ഷെ ഇത്രയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടിത്തറ അത്യാവശ്യം വലുതാണ്. ഇതൊക്കെ മതി. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ വീട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ മൈനിങ് ഏരിയ കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്ത് തന്നെ മൈനിങ് ഏരിയ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഓട്ടം ഇടണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ഗ്ലാസ്സൊക്കെ വെക്കാനുള്ളല്ലേ, അതുകൊണ്ടാണ് വിടുന്നത്. ഇപ്പോൾ നമുക്ക് ഗ്ലാസ് ഇല്ല. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം സെറ്റാക്കിയിട്ടുണ്ട്. ഇവരൊന്ന് തീർക്കണം. പക്ഷെ മറ്റവൻ കുറച്ച് സീനാണ്. ഇപ്പോൾ ചത്താനെ ഇവർ പിന്നെ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഇത്രേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഗോൾസ് ഫുൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചാനൽ മറക്കണം, സബ്സ്ക്രൈബ് ചെയ്യാം. എപ്പോഴത്തെ പോലെ പറയുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എപ്പിസോഡ് 3 ആയിട്ട് വന്നേരെ. ബൈ.